നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. അക്ഷരാർത്ഥത്തിൽ ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഹിറ്റ്മാൻ ഷോയാണ് നമ്മൾ കണ്ടത്. ഒടുവിൽ അദ്ദേഹം വീണുപോയി, ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഇന്നിങ്സ് തീർച്ചയായിട്ടും വലിയൊരു അപ്രീസിയേഷൻ അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നമ്മളിപ്പോൾ ഇന്നിങ്സിൻ്റെ മിഡിലിൽ വെച്ച് ചെയ്യുന്നത്. കിടിലൻ പ്രകടനം നടത്തി ഹിറ്റ്മാൻ 83 പന്തിൽ നിന്ന് 7 ഫോറും 3 സിക്സറും അടക്കം 76 റൺസ് അടിച്ചിട്ടാണ് മടങ്ങിയത്. ബാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പിച്ചാണ്, പക്ഷേ തുടക്കത്തിൽ അദ്ദേഹം ആഞ്ഞടിക്കുന്ന കാഴ്ച. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്കോറ് അതിവേഗത്തിൽ തുടക്കത്തിൽ കുതിച്ചു പാഞ്ഞത്. ഹിറ്റ്മാൻ അർദ്ധ സെഞ്ചുറി നേടുമ്പോൾ ടീമിൻ്റെ ടോട്ടൽ സ്കോർ വെറും 65. അപ്പോഴേക്കും അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടിക്കഴിഞ്ഞിരുന്നു. അദ്ദേഹം ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മാറ്റ് ഹെൻറിക്ക് പകരം വന്ന നഥാൻ സ്മിത്തിന് അദ്ദേഹം കണക്കിന് കൊടുക്കുന്നതും നമ്മൾ കണ്ടു. അങ്ങനെ ടീം അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ 100 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പും ഉണ്ടാക്കി ഗില്ലും രോഹിത്തും കൂടി കുതിക്കുമ്പോഴാണ് ഗില്ലിനെ പുറത്താക്കുന്നത്. അദ്ദേഹം ഒരു മനുഷ്യനാണോ? എന്തും മനുഷ്യനാണോ? ഗ്ലെൻ ഫിലിപ്സിനോട് അങ്ങനെ ചോദിക്കേണ്ടി വരും. കാരണം അത്തരത്തിലുള്ള ക്യാച്ചുകളല്ലേ എടുക്കുന്നത്. റിസ്വാനെ പുറത്താക്കാൻ പാകിസ്ഥാനെതിരെയുള്ള കളിയിൽ ഒരു ക്യാച്ച് എടുത്തു. കോഹ്ലിയെ പുറത്താക്കാൻ കഴിഞ്ഞ ഗ്രൂപ്പ് മാച്ചിൽ ഇന്ത്യക്കെതിരെ ഒരു ക്യാച്ച് എടുത്തു. ഇത് അതിനേക്കാൾ കിടിലൻ ക്യാച്ച്. വായുവിൽ നിന്ന് ആ ബോൾ പ്ലക്ക് ചെയ്തെടുത്തുകൊണ്ട് ആ ക്യാച്ച് എടുത്തിട്ട് ആ നിലത്തിരിക്കുന്ന ആ ഒരു ഇരുത്തമുണ്ട്, വല്ലാത്ത ജാതി. അതിലാണ് ഗില്ല് പുറത്തായത്. 50 പന്തുകൾ നേരിട്ട് ഒരു സിക്സർ അടക്കം 31 റൺസാണ് ഗില്ല് എടുത്തിരുന്നത്. തൊട്ടു പിന്നാലെ വിരാട് കോഹ്ലി പോയതാണ് നമുക്ക് തിരിച്ചടിയായത്. അദ്ദേഹം 2 പന്തുകൾ നേരിട്ട് 1 റൺസ് ബ്രേസ്വെലിൻ്റെ പന്തിൽ LBWയിൽ കുരുങ്ങി. അങ്ങനെ മുന്നോട്ട് പോകവേ ന്യൂസിലാൻഡ് സ്പിന്നർമാർ ശരിക്കും സ്ക്രൂ ടൈറ്റ് ചെയ്തു. റണ്ണൊഴുക്ക് അവർ ഏതാണ്ട് പൂർണ്ണമായിട്ടും തടയുന്നൊരവസ്ഥയുണ്ടായി. അതിനെ തുടർന്നാണ് ഹിറ്റ്മാൻ ആ സാഹസത്തിന് മുതിരുന്നത്. രജിൻ രവീന്ദ്രയ്ക്കെതിരെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് അദ്ദേഹം അടിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ പിഴച്ചു. സ്റ്റംപ് ചെയ്യപ്പെട്ടു. ടോം ലേതം സ്റ്റംപ് ചെയ്ത് അദ്ദേഹം മടങ്ങുമ്പോൾ 83 പന്തുകൾ 7 ഫോറും 3 സിക്സും അടക്കം 76 റൺസ് കുറിച്ചിരുന്നു. അദ്ദേഹം 27ാമത്തെ ഓവറിൻ്റെ തുടക്കത്തിലാണ് മടങ്ങിപ്പോയത്. ഏതായാലും ഇനിയിപ്പോൾ സംഗതി കുറച്ച് ടൈറ്റായിട്ടുണ്ട്. ഇത് ഏകദിന ക്രിക്കറ്റ് ആണല്ലോ. ആദ്യത്തെ 10 ഓവറുകളിൽ ടീം ഇന്ത്യക്ക് നല്ല ആധിപത്യമായിരുന്നെങ്കിൽ പിന്നീട് അടുത്തൊരു ഫേസിൽ അവരുടെ സ്പിന്നേഴ്സ് മികച്ച രൂപത്തിൽ അവർക്ക് അനുകൂലമാക്കി കൊണ്ടുപോകാൻ ശ്രമം നടത്തുന്നു. ഈ ഒരു ഘട്ടം വളരെ ക്രൂഷ്യലാണ്. ഇവിടെ നമ്മൾ വീണു പോകരുത്. ആ ഒരു സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കിട്ടാവുന്ന സിംഗിൾസ് എല്ലാം എടുത്ത് മുന്നോട്ട് പോകണം. പിന്നീട് സ്വാഭാവികമായിട്ടും നമുക്ക് ഫിനിഷ് ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അക്സർ പട്ടേലിനെ ഇപ്പോൾ 5ാം സ്ഥാനത്ത് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ അവർക്ക് ഫീൽഡിനും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് കരുതാം. ഇപ്പോൾ 30 ഓവർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ. 3 വിക്കറ്റിന് ടീം ഇന്ത്യ 137 റൺസാണ് അടിച്ചിട്ടുള്ളത്. 20 ഓവറുകളിൽ 115 റൺസ് വേണം. ആസ്കിംഗ് റേറ്റ് ഇപ്പോൾ 6 അടുത്തേക്ക് എത്തുകയാണ്. ഏതായാലും കളി ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട്, എങ്കിലും നമ്മുടെ കയ്യിൽ തന്നെ കാര്യങ്ങൾ ഇരിക്കുമെന്ന് കരുതാം. എന്തായാലും വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴേക്കും ഈ സ്കോർ കാർഡൊക്കെ ആകെ മാറിയിട്ടുണ്ടാവും. എങ്കിലും ഹിറ്റ്മാൻ്റെ ഈ പ്രകടനം നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാനാവില്ല. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് ഇടുക.